ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിൻജിത്ത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അടുത്തതായി നടത്താൻ പോകുന്ന സോളോ റൈഡിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ സോളോ റൈഡിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ആക്ഷൻ പ്രോയുടെ GoPro ആക്സസറീസിനെ പറ്റിയായിരുന്നു. അതായത് വാട്ടർ പ്രൂഫ് കേസ്, ഫ്ലോട്ടിംഗ് ഹാൻഡിൽ, പിന്നെ സ്റ്റിക്കർ, സ്ക്രീൻ ഗാർഡ്, ഇതുപോലെ സാധനങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തത്. ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ആക്ഷൻ പ്രോയുടെ തന്നെ ക്യാമറ മോഡാണ്. അതായത് GoPro വാങ്ങിയാൽ മാത്രം പോലല്ലോ, അത് നമ്മുടെ ക്യാമറയുടെ കൂടെ ഉപയോഗിക്കാൻ കൂടി തരില്ല. അപ്പോൾ ആക്ഷൻ പ്രോയുടെ ക്യാമറ മോഡാണ് ഇപ്പോൾ നമ്മൾ വാങ്ങിയിരിക്കുന്നത്. നമുക്ക് ഇത് തുറന്നു നോക്കാം. ആക്ഷൻ പ്രോ നമ്മൾ അതിന്റെ ബണ്ടിൽ പാക്ക് വാങ്ങിയാൽ പോലും നമുക്ക് നോർമൽ ആയിട്ടുള്ള ഹെൽമെറ്റുകളുടെ കൂടെ ഇത് ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ ക്യാമറ മൗണ്ട് സെപ്പറേറ്റ് വാങ്ങേണ്ടി വന്നത്. ഇത് ഏകദേശം 400 രൂപ വിലയാണ്. അപ്പോൾ ഇത് ചിൻ മൗണ്ടാണ്. അതായത് ഹെൽമെറ്റിന്റെ ചിൻ ഭാഗത്താണ് ഇത് മൗണ്ട് ചെയ്യുന്നത്. ഇത് 3M ടാപ്പാണ് പുറകിലുള്ളത്, അതായത് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നതാണ്. പിന്നുള്ളത് ഒരു ജെ മൗണ്ടാണ്. അതിന്റെ പിന്നെ ഒരു 3M ടാപ്പ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. നമുക്ക് ഇത് എങ്ങനെയാണ് നമ്മുടെ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഹെൽമെറ്റ് എക്സോറിന്റെ വെനമസ് ബ്ലൂ ആണ്. എക്സോ വെനമസ് ബ്ലൂ ആണ് നമ്മുടെ ഹെൽമെറ്റ്. അപ്പോൾ ഇതിലാണ് നമുക്ക് ഇവിടെയാണ് ക്യാമറ മൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചിൻ മൗണ്ടാണ്. ഇതിൽ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്, അപ് സൈഡ് ഏതാണെന്നുള്ളത്. അപ് സൈഡ് ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മുകൾ ഭാഗത്ത് വരുന്ന രീതിയിലാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്. പക്ഷേ ക്യാമറയുടെ ഹെൽമെറ്റിന്റെ ചിന്നിന് താഴത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഏകദേശം ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇത് മൗണ്ട് ചെയ്ത്, ഇത് എയർവെന്റാണ്. എയർവെന്റിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ മൗണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, എയർവെന്റിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ഇത് മൗണ്ട് ചെയ്യും. ഓക്കെ, ഇത് ട്രൈ ചെയ്തു. ആദ്യം നമ്മൾ ക്യാമറയുടെ ഒട്ടിക്കുന്ന ഭാഗം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. സാനിറ്റൈസർ വെച്ച് ക്ലീൻ ചെയ്യാം. സോഫ്റ്റ് ക്ലോത്ത്, മൈക്രോഫൈബർ ക്ലോത്താണ്. മൈക്രോഫൈബർ ക്ലോത്ത് എടുത്തിട്ട് നമുക്ക് ഹെൽമെറ്റ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം. ഇത് ഒട്ടിക്കുന്നതിന് ഒരുമിച്ച് തന്നെ ഇവിടെ ഈ 3M ടാപ്പ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ 3M ടാപ്പ് ബാക്കി ഈ കാലി വരുന്ന ഭാഗത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് ഈ 3M ടാപ്പ് ഉപയോഗിക്കാം. 3M ടാപ്പ് ആദ്യം ഈ ഭാഗത്ത് ഒട്ടിച്ചിട്ട് ബാക്കി വരുന്ന ഭാഗം നമുക്ക് മുറിച്ച് വരാം. ഓക്കെ, അളവെടുത്തിട്ട് മുറിക്കാം. ഏകദേശം പകുതിക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ അത്രയും ഭാഗം നമുക്ക് ആവശ്യമുള്ള മാർഗം ഇടാം. അത് ആദ്യം ഇതിലൊട്ടിക്കുക. ടേപ്പിന്റെ പശയുടെ ഭാഗത്ത് ഏറ്റവും കുറച്ച് മാത്രം കൈകൊണ്ട് തൊടാൻ ശ്രമിക്കുക. കാരണം ഇതിന്റെ പശ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ GoPro ടാപ്പ് മൊത്തത്തിൽ ഇറക്കി വരാം. ഞാൻ മുന്നേ പറഞ്ഞ പോലെ പശയുള്ള ഭാഗത്ത് കൈകൊണ്ട് തൊടാതിരിക്കാൻ ശ്രദ്ധിക്കാം. സ്റ്റിക്കറിൽ കൈ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇത് നല്ല രീതിയിൽ പ്രസ് ചെയ്യാം. ഇത് ഇതാണ്.
കൃത്യമായിട്ട് ഇപ്പോൾ മൗണ്ടിങ് ചെയ്ത് കഴിഞ്ഞു. ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഇടയിൽ എയർ ഗ്യാപ്പ് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം എയർ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബലം നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ മൗണ്ടിങ്, ചിൻ മൗണ്ടിങ് ആണ്. ഇനി നമ്മൾ ഇതിൽ GoPro എങ്ങനെ ഫിക്സ് ചെയ്യാൻ നോക്കാം. നമ്മുടെ സ്വന്തം GoPro 10. ഓക്കെ, GoPro 10ന്റെ താഴെ മൗണ്ടിങ് ഓൾറെഡി ഉണ്ട്. ഈ മൗണ്ട് നമുക്ക് നേരിട്ട് അതിൽ വെക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ആക്ഷൻ പ്രോയുടെ ജെ മൗണ്ട് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. ജെ മൗണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ജെ മൗണ്ട് നമ്മളിത് ഫിറ്റ് ചെയ്തതിന് ശേഷം അതിന് മുന്നേ നമുക്ക് എങ്ങനെയാണ് മൗണ്ട് ചെയ്യേണ്ടതെന്ന് നോക്കുന്നതാണ്. ഈ ആക്ഷൻ പ്രോ എന്ന് എഴുതിയിരിക്കുന്ന ഭാഗം മുകളിലായിട്ട് വരുന്ന രീതിയിലാണ് മൗണ്ട് ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് മൗണ്ട് ഇരിക്കുക. അപ്പോൾ നമുക്ക് ക്യാമറ അതിനിടയ്ക്കായിട്ട് പൊസിഷൻ ചെയ്യാം. ക്യാമറ പൊസിഷൻ ചെയ്ത് എന്നിട്ട് നമുക്ക് കിട്ടിയ സ്ക്രൂ വെച്ചിട്ട് ഫിക്സ് ചെയ്യാം. നല്ലൊരു ടൈറ്റ് ചെയ്യാം. നമ്മുടെ ക്യാമറ മൗണ്ട് ചെയ്ത് റെഡിയായിരിക്കണം. ഇനി ഹെൽമെറ്റിൽ നമുക്ക് മൗണ്ട് ചെയ്ത് നോക്കാം. ക്യാമറ ഹെൽമെറ്റ് മൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ലെഫ്റ്റിലാണ് പവർ ബട്ടൺ, മുകളിലാണ് ഓപ്പറേറ്റിംഗ് ബട്ടൺ. നമുക്ക് ക്യാമറ ഹെൽമെറ്റ് ഇട്ട് നോക്കാം. നമ്മുടെ കണ്ണിന്റെ വ്യൂ തന്നെ ഏകദേശം നമ്മുടെ ക്യാമറയിൽ കിട്ടും. അത് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ക്യാമറ സെറ്റിംഗ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സോളോ ട്രിപ്പിനെ പറ്റി പറഞ്ഞിരുന്നു. അതായത് ഗുജറാത്തിലെ ബറോഡയിൽ നിന്നും നാട്ടിലേക്ക്, അതായത് മാഹിലേക്കാണ് നമ്മുടെ സോളോ ട്രിപ്പ്. 4 ദിവസം ട്രിപ്പാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് ആദ്യത്തെ ദിവസം ഔറംഗാബാദ്, 2ാം ദിവസം സോലാപൂർ, 3ാം ദിവസം ചിത്രദുർഗ, ഇങ്ങനെയായിരിക്കും ഹോൾട്ട്. എല്ലാ ദിവസവും ലൈവ് വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും നല്ല രീതിയിലുള്ള നല്ല ക്വാളിറ്റി വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ GoPro ഉണ്ട്, GoPro 10 ഉണ്ട്. പിന്നെ ഓൾറെഡി ഉണ്ടായിരുന്ന Canon M200 ക്യാമറ ഉണ്ട്. അതുപോലെ ലൈവാണ് വരുന്നതെങ്കിൽ Redmi Note 11 Pro 5G+ ആണ്. അതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നതായിരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോക്കായി പ്ലീസ് സബ്സ്ക്രൈബ് ചാനൽ.